ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഉഷസ് ഫുഡ് വേൾഡ്. ഇന്നത്തെ വീഡിയോയിൽ ഒരു അടിപൊളിയായിട്ടുള്ള ബട്ടർ ടീയും അതിൻ്റെ കൂടെ സൂപ്പർ കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു മിക്സ്ചറിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഈ മിക്സ്ചറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു വളരെ പ്രത്യേകതയുള്ള ഒരു മിക്സ്ചറാണ്. ഇതിലെ ഇൻഗ്രീഡിയൻസ് എല്ലാം വളരെ വ്യത്യസ്തമാണ്. ഇൻഗ്രീഡിയൻറ്റ് വ്യത്യസ്തമാകുന്നതുകൊണ്ട് തന്നെ ഇതിനൊരു വ്യത്യസ്തമായ രുചിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിനു വേണ്ടി ഞാൻ ആദ്യം കുറച്ച് ഗ്രീൻ പീസ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ഏകദേശം ഒരു 6 മണിക്കൂറോളം ഗ്രീൻ പീസ് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. സാധാരണ കടയിൽ നിന്ന് വാങ്ങുന്ന ഉണക്ക ഗ്രീൻ പീസാണ്. അത് വെള്ളത്തിലിട്ട് കുതിർത്ത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളിത് വറുത്തെടുക്കുന്നത്. ഇതിലുള്ള വെള്ളമെല്ലാം മുറ്റിക്കളഞ്ഞതിന് ശേഷം ഒരു കോട്ടൺ തുണിയിലിട്ട് ഇത് നന്നായി ഇതിൻ്റെ വെള്ളമെല്ലാം ഒപ്പിയെടുക്കണം. ഇതിനു മുന്നേ മൂന്താൽ ഫ്രൈഡ് റെസിപ്പി ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഈ രീതിയിൽ തന്നെയാണ് മൂന്താൽ വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം നന്നായി ഒപ്പിയെടുത്തിട്ടാണ് വറുത്തെടുക്കുന്നത്. ഞാനിവിടെ ഏകദേശം ഒരു 3/4 കപ്പോളം ഗ്രീൻ പീസാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇതിൽ ഇൻഗ്രീഡിയൻസിൻ്റെ പ്രത്യേകത എല്ലാം നമ്മുടെ ഇഷ്ടത്തിനാണ് എല്ലാം ചേർക്കുന്നത്. പിന്നെ അടുത്തായിട്ട് എടുത്തിട്ടുള്ളത് ചക്കക്കുരുവാണ്. ചക്കക്കുരു ഇത് നന്നായി പുഴുങ്ങിയതാണ്. ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം ഈ രീതിയിൽ ഇത് ചെറുതായി ഒന്ന് മുറിച്ചെടുക്കണം. ഇതിപ്പോൾ വട്ടത്തിലാണ് അരിയുന്നത്. നീളത്തിൽ വേണമെങ്കിൽ നീളത്തിൽ അരിഞ്ഞെടുക്കാം. ഞാനിപ്പോൾ മുഴുവൻ ചക്കക്കുരു അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഞാനൊരു 20ഓളം ചക്കക്കുരു എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി വേണ്ടത് പഴമാണ്, പച്ചപ്പഴമാണ് വേണ്ടത്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് റോബസ്റ്റ് പഴമാണ്. റോബസ്റ്റ് അല്ലെങ്കിൽ ഞാലിപ്പൂവനോ ചെറുപഴമോ ഏതിൻ്റെ വേണമെങ്കിലും പച്ചപ്പഴം എടുത്താൽ മതി. അത് ഈ രീതിയിൽ തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം വട്ടത്തിൽ അരിഞ്ഞെടുക്കണം. വട്ടത്തിലോ അതല്ലെങ്കിൽ 4 ഉപ്പേരിക്ക് അരിയണ പോലെ 4ആക്കി അരിയുകയോ ചെയ്യാം. കനം തീരെ കുറവായിരിക്കണം. അതല്ലെങ്കിൽ ഇത് വറുത്ത് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായി പോകും. ഇവിടെ മുഴുവൻ പഴവും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് വറുത്തെടുക്കണം. മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇത് വറുത്തെടുക്കാൻ. ഇതിലുള്ള പതയെല്ലാം മാറിക്കഴിയുമ്പോഴാണ് ഇത് മൊരിഞ്ഞു വരിക. ഏകദേശം ഒരു ഗോൾഡൻ കളർ ആകുമ്പോഴേക്കും ഇത് മൊരിഞ്ഞിട്ടുണ്ടാവും. ഇതിപ്പോൾ മൊരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയെല്ലാം ഊറ്റിക്കളഞ്ഞ് ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് ഇത് കോരിയിടാം. ബാക്കിയുള്ളതും വറുത്തെടുക്കണം. അടുത്തതായിട്ട് വറക്കാൻ പോകുന്നത് ചക്കക്കുരുവാണ്. ചക്കക്കുരു നമുക്ക് വേഗം വറുത്തെടുക്കണം. ചക്കക്കുരുവിൽ ഉപ്പൊന്നും ഇടാതെയാണ് ഇത് പുഴുങ്ങിയെടുത്തിട്ടുണ്ടായിരുന്നത്. ചക്കക്കുരു തൊണ്ടോടുകൂടി പുഴുങ്ങിയിട്ട് അതിൻ്റെ പുറം ഭാഗത്തെ തോട് മാത്രം കളഞ്ഞാൽ മതി. കറുത്ത കളറിലുള്ള തൊലി കളയേണ്ട ആവശ്യമില്ല. അത് ആ രീതിയിൽ തന്നെയാണ് നമ്മൾ ചക്കക്കുരു മുറിച്ചിട്ട് വറുത്തെടുക്കുന്നത്. ചക്കക്കുരു ചെറിയൊരു ഗോൾഡൻ കളർ ആകുമ്പോഴേക്കും നമുക്കിത് കോരി മാറ്റണം. ഓവറായിട്ട് മൊരിഞ്ഞു പോവണ്ട. മുഴുവൻ ചക്കക്കുരുവും കോരി മാറ്റിയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഗ്രീൻ പീസ് വറുത്തെടുക്കണം. ഗ്രീൻ പീസ് നന്നായി ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിത് വറുത്തെടുക്കാം. ഗ്രീൻ പീസ് വറക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എണ്ണയിലേക്ക് ഇട്ട ഉടനെ ഇത് മൂടി വെക്കണം. അതല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ പൊട്ടിത്തെറിക്കും. ഒരു കാര്യം പറയാൻ മറന്നു, ഞാനിവിടെ വെളിച്ചെണ്ണയാണ് വറക്കാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. വെളിച്ചെണ്ണ ആയിരിക്കും ഏറ്റവും നല്ലത് വറക്കാൻ. വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ നമുക്ക് വേറെ ഏതെങ്കിലും ഓയിൽ ഉപയോഗിക്കാം. ഈ വെളിച്ചെണ്ണ ഉപയോഗിച്ച് ഫ്രൈ ചെയ്യുമ്പോൾ പച്ചക്കായക്കെല്ലാം പ്രത്യേക ഫ്ലേവർ ആയിരിക്കും. അതുകൊണ്ട് കൂടുതൽ നല്ലത് വെളിച്ചെണ്ണ ആയിരിക്കും. നമ്മുടെ ഗ്രീൻ പീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. പച്ചക്കായ പോലെ തന്നെ ഗ്രീൻ പീസും അതിൻ്റെ പതയെല്ലാം മാറിക്കഴിയുമ്പോഴേക്കും അത് മുരിഞ്ഞിട്ടുണ്ടാവും. ആ സമയത്ത് കോരി മാറ്റിയാൽ മതി. അടുത്തതായി 1/2 കപ്പ് കപ്പലണ്ടി വറുത്തെടുക്കണം. കപ്പലണ്ടി കൂടാതെ ഇതിലേക്ക് കശുവണ്ടിയോ കിസ്മിസോ ഇഷ്ടമുള്ളവർക്ക് അത് വേണമെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി അടുത്തതായിട്ട് കപ്പലണ്ടി നമുക്ക് കോരി മാറ്റണം. അതിനുശേഷം വേണ്ടത് ന്യൂഡിൽസാണ്. ഞാനിവിടെ സാധാരണ ന്യൂഡിൽസാണ് വാങ്ങിച്ചിട്ടുള്ളത്. അത് ചെറിയ ചെറിയ പീസാക്കി മുറിച്ചിട്ട് വറുത്തെടുക്കാം. ഈ വലുപ്പത്തിൽ വേണമെങ്കിൽ ഈ വലുപ്പത്തിൽ വറുത്തെടുക്കാം. അതല്ലെങ്കിൽ ഇതിലും ചെറിയ പീസാക്കി വറുത്തെടുക്കാം. നൂഡിൽസ് പെട്ടെന്ന് തന്നെ ആവും. ഏകദേശം ഒരു ചെറിയൊരു ഗോൾഡൻ കളർ ആകുമ്പോൾ തന്നെ ഇത് കോരി മാറ്റണം. അതല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ഈ ഒരു കളർ ആകുമ്പോഴേക്കും നൂഡിൽസ് കോരി മാറ്റാം. അടുത്തതായി കുറച്ച് കറിവേപ്പിലയാണ് വറുത്തെടുക്കേണ്ടത്. അത് നമുക്ക് കോരി മാറ്റാം. അടുത്തതായി വേണ്ടത് വെളുത്തുള്ളിയാണ്. 6 മുതൽ 8 വെളുത്തുള്ളി വരെ നമുക്ക് എടുക്കാം. അത് തൊലിയോടുകൂടി തന്നെ ചതച്ച് വറുത്തെടുക്കണം. വെളുത്തുള്ളി ചെറിയൊരു ഗോൾഡൻ കളർ ആകുമ്പോഴേക്കും കോരി മാറ്റണം. അതല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ഇതും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം.
ലാസ്റ്റായി വേണ്ടത് വറ്റൽമുളകാണ്. കുറച്ച് വറ്റൽമുളകും കൂടി വറുത്തെടുക്കണം. വറ്റൽമുളകും കൂടി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് കുറച്ച് പൊടികളാണ്. ആദ്യം തന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിടണം. വറുത്ത് വെച്ചിരിക്കുന്ന ഒരു സാധനത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കണം. 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ചാറ്റ് മസാല. ചാറ്റ് മസാല ഇല്ലെങ്കിൽ അതിന് പകരം കുറച്ച് കായം ചേർത്ത് കൊടുത്താൽ മതിയാവും. അതിനുശേഷം നന്നായി മിക്സ് ചെയ്യാം. ഇനി ഇതൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിലേക്ക് മാറ്റാം. നമ്മുടെ അടിപൊളിയായിട്ടുള്ള സൂപ്പർ ടേസ്റ്റി മിക്സ്ചർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിൻ്റെ കൂടെ കോമ്പിനേഷനായിട്ട് ഞാൻ റെഡിയാക്കുന്നത് ബട്ടർ ടീ ആണ്. ഇതിനു വേണ്ടി 1 ഗ്ലാസ് പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പാല് തിളപ്പിക്കാൻ വേണ്ടി വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് സാധനങ്ങൾ റെഡിയാക്കണം. അതിനുവേണ്ടി 1 കഷ്ണം ഇഞ്ചി, 1 ഏലക്ക, 1 കരയാമ്പ് ഇത്ര എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ജാതിക്കയാണ്. ജാതിക്ക വളരെ ചെറിയൊരു ക്വാണ്ടിറ്റി മതിയാവും. അത് ആദ്യമേ തന്നെ ഞാൻ ഇതിലേക്ക് ഇടുന്നുണ്ട്. ഇത്രയും മതി, ജാതിക്കയുടെ അളവ് കൂടിപ്പോവരുത്. അടുത്തതായി ചതച്ചു വെച്ചിരിക്കുന്ന ഏലക്കയും കരയാമ്പും ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കാം. പാല് തിളച്ചു തുടങ്ങുമ്പോഴേക്കും ഇതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പച്ചവെള്ളം വേണ്ട, ചൂടുവെള്ളമാണ് നല്ലത്. പച്ചവെള്ളം ഒഴിച്ചാൽ അതിനൊരു വെള്ളച്ചുവ വരും, അതുകൊണ്ടാണ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 1.5 ടീസ്പൂൺ പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. ഈ ചായയുടെ ഒരു പ്രത്യേകത, ഇതിൽ പഞ്ചസാര ഉപയോഗിച്ചില്ലെങ്കിൽ ഇതൊരു വെയിറ്റ് ലോസ് റെസിപ്പിയും കൂടിയാണ്. ഈ ചായ കുടിച്ചാൽ കുറേ സമയത്തേക്ക് നമുക്ക് വിശപ്പ് തോന്നൂല. അതുകൊണ്ട് ഡയറ്റൊക്കെ നോക്കുന്നവർക്ക് വളരെ നല്ലതായിരിക്കും ഈ ചായ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ചായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. ഞാനിവിടെ ചായയിലാണ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. 2 ടീസ്പൂൺ ചായയില ചേർത്ത് നന്നായി തിളപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് 1 പീസ് ബട്ടർ ഇട്ട് ബട്ടർ നന്നായി മെൽറ്റ് ആവുന്ന വരെ തിളപ്പിച്ചു കൊടുക്കണം. 1 ടീസ്പൂൺ കൊണ്ട് ഇതൊന്ന് ഇളക്കി കൊടുത്താൽ നന്നായിരിക്കും. ഓരോരുത്തരുടെ ചായപ്പൊടിയുടെ കടുപ്പം അനുസരിച്ചിട്ട് വേണം ചായപ്പൊടി ഇതിലേക്ക് ഇടാൻ. കടുപ്പം കൂടുതലുള്ള ചായപ്പൊടി ആണെങ്കിൽ കുറച്ച് മാത്രം ഇട്ടാൽ മതിയാവും. ചായ നന്നായി തിളച്ചു തുടങ്ങുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് ഉടനെ തന്നെ മൂടി വെക്കണം. ഏകദേശം ഒരു 30-40 സെക്കൻഡോളം മൂടി വെച്ചതിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം. നമ്മുടെ ചായയെല്ലാം നല്ല അടിപൊളിയായിട്ടുണ്ട് കാണാൻ തന്നെ. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. ചായയുടെ ഫ്ലേവർ പോകാതിരിക്കാനാണ് ഇത് മൂടി വെക്കാൻ പറയണത്. മസാല ഒന്നും ഇടാത്ത ചായ ആണെങ്കിൽ കൂടി ചായ തിളച്ച ഉടനെ മൂടി വെച്ച ചായക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇനി ഇതൊന്ന് പതപ്പിച്ചതിന് ശേഷം ഇതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. ബട്ടർ ചേർത്ത ടീ എന്ന് പറഞ്ഞാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ടീ ആണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. മിക്സ്ചറും ബട്ടർ ടീയും എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടണം. ഇതിന് മുമ്പുള്ള വീഡിയോയിൽ ഫിൽറ്റർ കോഫിയുടെയും മസാല ടീയുടെയും റെസിപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവർ വീഡിയോ കണ്ട് അഭിപ്രായങ്ങൾ അറിയിക്കണം. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യണം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു. അടുത്ത വീഡിയോയിൽ കാണാം. ഹാവ് എ നൈസ് ഡേ.